ലഹരിക്കെതിരെ കൊച്ചി നഗരത്തിൽ വ്യാപക പരിശോധനകളുമായി പോലീസ്. മയക്കുമരുന്ന് ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ ഇന്നലെ അർദ്ധരാത്രി മുതൽ നടത്തിയ സ്പെഷ്യൽ കോമ്പിംഗ് ഓപ്പറേഷനിൽ 36 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലഹരി മരുന്നിനായി വ്യാജ കുറിപ്പടികൾ ഉണ്ടാക്കി നൈട്രോസ്പാം ഗുളികകൾ വാങ്ങിക്കൂട്ടിയ കേസിൽ പറവൂരിൽ 2 പേർ പിടിയിലായി. ലഹരി ഇടപാടുകൾ കണ്ടെത്താൻ കൊച്ചി നഗരത്തിലും റൂറൽ മേഖലയിലും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ 36 കേസുകളും മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് 191 കേസുകളും അബ്കാരി ആക്ട് പ്രകാരം 31 കേസുകളും രജിസ്റ്റർ ചെയ്തു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശപ്രകാരം DCPമാരായ അശ്വതി ജിജി, ജൂനപ്പടി മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ. ഇനിയുള്ള ദിവസങ്ങളിലും പരിശോധനകൾ തുടരും. കഴിഞ്ഞയാഴ്ച പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചവരും കടത്തിയവരുമടക്കം 300 പേർ പിടിയിലായിരുന്നു. 77ഓളം NDPS കേസുകളും രജിസ്റ്റർ ചെയ്തിരുന്നു. പൊതുസ്ഥലത്ത് മദ്യപിച്ചതിനും 2 പേർ പിടിയിലായിരുന്നു. എറണാകുളം റൂറൽ മേഖലയിലും പരിശോധനകൾ ശക്തമാണ്. ലഹരി മരുന്നിനായി വ്യാജ കുറിപ്പടികൾ ഉണ്ടാക്കി നൈട്രോസെപ്പാം ഗുളികകൾ വാങ്ങിക്കൂട്ടിയ 2 പേരാണ് വടക്കൻ പറവൂരിൽ അറസ്റ്റിലായത്. പറവൂർ സ്വദേശികളായ നിക്സൺ ദേവസ്യ, സനൂപ് വിജയൻ എന്നിവരായിരുന്നു പിടിയിലായത്. വ്യാജ ഡോക്ടറുടെ കുറിപ്പടികളും സീലും പിടിച്ചെടുത്തിട്ടുണ്ട്. ഡോക്ടർ അനൂപ് വിൻസെന്റ് എന്ന പേരിലാണ് കുറിപ്പടിയും സീലും ഉണ്ടാക്കിയത്. ഈ കുറിപ്പടികളും സീലും പിടിച്ചെടുത്തു. നൈട്രോസെപ്പാം ഗുളികകളുമായി നേരത്തെയും ലഹരി സംഘങ്ങൾ പിടിയിലായിട്ടുണ്ട്. ഡോക്ടർമാർ കുറിപ്പടിയിൽ നിർദ്ദേശിക്കാതെ ഈ ഗുളികകൾ വാങ്ങാനോ വിൽക്കാനോ പാടില്ല. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലാണ് ലഹരി ഗുളികകളുടെ ഉപയോഗം കൂടുതൽ നടക്കുന്നത്. ജനം, കൊച്ചി.